ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 44, ശ്ലോകം 7, 8, 9, 10. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈഃ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേത് ഇത്യവദത്തേ മഹത്വം ഋഷിവർയഃ. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിഃ അസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂചേ. അമുനൈവ സർവദുർഗം തരിതാസ്ഥകൃതാസ്ഥമത്ര തിഷ്ഠധ്വം ഹരിരേവത്യനഭിലപൻ ഇത്യാദി ത്വാമവർണയത് സമുനിഃ. ഗർഗേഥ നിർഗതേസ്മിൻ നന്ദിതനന്ദാദിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്നിഹ്യതി യഃ തവ പുത്രേ മുഹ്യതി സഹ ന മായികൈഃ പുനഃ ശോകൈഃ ദ്രുഹ്യതി യഃ സഹ തു നശ്യേത് ഇതി അവദത് തേ മഹത്വം ഋഷിവർയഃ. ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകം അമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിഃ അസ്യ ഇതി ഭവത് വിഭൂതിം ഋഷിഃ ഊചേ. അമുനാ ഏവ സർവദുർഗം തരിതാസ്ഥകൃത ആസ്ഥം അത്ര തിഷ്ഠധ്വം ഹരിഃ ഏവ ഇതി അനഭിലപൻ ഇത്യാദി ത്വാം അവർണയത് സഹ മുനിഃ. ഗർഗേ അഥ നിർഗതേ അസ്മിൻ നന്ദിത നന്ദ ആദി നന്ദ്യമാനഃ ത്വം മത് ഗതം ഉദ്ഗതഃ കരുണഃ നിർഗമയ ശ്രീമരുത്പുരാധീശ. പദം. ഹരേ കൃഷ്ണ. போன ஸ்லோகங்களில் கிருஷ்ணன் ராமன் அப்படின்னுள்ள பேர் என்னத்தினால வந்ததுங்கிறது சொன்னால், இனியுள்ள ஸ்லோகங்களில் ஜாதக பலமாக்குன்னு சொல்லுறார் கர்க மகர்ஷி. யஹ தவ புத்திரே ஸ்னிஹ்யதி சஹ புனः மாயிகைः ശോകൈः ന മുഹ്യതി. യഹ തവ പുത്രേ, ആരൊരാളാക്കുമോ നന്ദനോട് இந்த പുത്രന് സ്നിഹ്യതി സ്നേഹിക്കപ്പെട്ടത് അല്ലട്ടാ, அந்த കുഴന്തേട്ട സ്നേഹം മനസ്സിൽ തോന്നിനാലും പോരും, കാട്ടണമെന്ന് കൂടിയില്ലേ. സഹ പുനഃ അവനക്ക് പിന്നെ ഒരു കാലം മായികൈഹി ശോകൈഹി ന മുഹ്യതി മായ കൊണ്ടുള്ള ദുഃഖങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ അതാകും. ഇതൊക്കെ രാമകൃഷ്ണന്മാരുടെ ഉള്ള സ്നേഹം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മായയിലേന്തുള്ള മോചനമാക്കും. യഹ തവ പുത്രായ ദുഹ്യതി, ആരാക്കുമോ നന്ദനോട് പുത്രന് ദ്രോഹിക്കപ്പെട്ടത്, ദ്രോഹം മണ്ണെന്ന് നനയ്ക്കപ്പെട്ടത്, സഹാതു നശ്യേത് അവനും നശിച്ചു പോവൻ, ഇതി തേ മഹത്വം ഇതാക്കും இந்த குழந்தைகளோடு மகாத்மியம் ഋഷിവര്യഃ അബദത് இப்படின்னு கர்க மகர்ஷி சொன்னார். ഇപ്പോൾ രാമകൃഷ്ണാങ്കര നാമങ്ങൾ ചൊല്ലുന്തോറും
മായയിലേന്ത് നമ്മൾക്ക് മോചനമുണ്ടാകും. ദുഃഖങ്ങളെല്ലാം എന്നത് കാരണമാക്കും മായയിനാലെയാക്കും. ഇതെന്നോട് ഇല്ല, ഇതവനോട് അന്തമാതിരി ഒരു ഭേദഭാവം വരപ്പെട്ടതെല്ലാം എന്താ മായയെ കാരണമാക്കും. എന്താ മായയിലേന്തുള്ള മോചനം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നിലെയും ദുഃഖം കിടയാതെ. അയം ബഹുതര ദൈത്യാൻ ജേഷ്യതി. இந்த குழந்தை, இந்த கிருஷ்ணன் അനേകം ദൈത്യാൻ അസുരന്മാരെ എല്ലാം ജേഷ്യതി ജയിപ്പൻ. നിജബന്ധുലോകം അമലപദം നേഷ്യതി. இந்த குழந்தையிட்ட ആരെല്ലാം ഇഷ്ടമായിരിക്കാളോ അല്ലാണ്ടാൽ இந்த കുഴന്തയുടെ ഇഷ്ടജനങ്ങൾക്കെല്ലാം അവളെല്ലാം ദുഃഖമില്ലാത്ത ഒരു സ്ഥാനത്തിൽ എത്തിപ്പൻ. അസ്യ സുവിമല കീർത്തി ശ്രോഷ്യസി. இந்த குழந்தையோடு നിർമ്മലமான கீர்த்திகள் உங்களுக்கு கேட்க முடியும் அப்படின்னு சொல்கிறார். இதி பவத் விபூதிம் ரிஷிஹி உஜே. இந்த மாதிரி ഭഗവാനോട് മഹിമകളെല്ലാം ഗർഗ മഹർഷി ചൊല്ലറ. എന്താ അമലപദം എന്നുള്ളതുക്ക് മോക്ഷം എന്നും ഉണ്ട്. നിജബന്ധുലോകം അമലപദം. ഇഷ്ട ബന്ധുക്കളെയെല്ലാം മോക്ഷத்துக்கு കൊണ്ടുപോയി എത്തിപ്പ அப்படின்னு. അതേപോലെ സുവിമല കീർത്തിന പാപമില്ലാത്ത ഒരു കീർത്തി ഉണ്ടാകും. അമുന ഏവ സർവദുർഗം തരിതാസ്ഥ അത്ര கிருதாஸ்தம் திஷ்டத்வம். அதுக்கப்புறம் கர்கமுனி சொல்றார், இந்த குழந்தைனால அமுனா ஏவ, இந்த குழந்தைனால സർവദുർഗം തരിതാസ്ഥ, എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു കഷ്ടപ്പാടും ഇനി உங்களுக்கு ഉണ്ടാകാതെ, അതല്ലാത്ത വന്നാലും അത് നേരിടறதுக்கு, அதை മറികടக்கிறதுக்கான ഒരു ശക്തി உங்களுக்கு கிடைக்கும். അത്ര கிருதாஸ்தம் திஷ்டத்வம். இந்த ഉണ്ണിയെ, இந்த குழந்தைய சதா സ്നേഹിച്ചുങ്കോ, இந்த குழந்தைக்கு ஒரு ஆதரவு கொடுங்கோ, இந்த குழந்தைகிட்ட அன்பாயிருங்கோ ഇത്യാദി. ഇപ്പടിയെല്ലാം ഹരിഹി ഏവ ഇതി അനഭിലപൻ. ഇത് ഭഗവാൻ ശ്രീഹരി തന്നെ ആക്കും എന്ന് ചൊല്ലല്ലേ അത്രതാൻ അതുക്ക് മാതിരി എല്ലാത്തെയും വിവരണം പണ്ണവർ. സഹ മുനിഹി ത്വാം അവർണയത് அப்படின்னு ഗർഗ മഹർഷി വർണ്ണന പണ്ണവാർ. അതാണ് இந்த குழந்தைய കൃഷ്ണരെ നമ്മൾ നന്നാ മുറുകി പിടിച്ചാൽ என்ன பண்ண முடியும், நம்மளுக்கு இந்த സംസാര സാഗരത്തെ തരണം പണി നമ്മൾക്ക് മുക്തി മാർഗത്തേക്ക് എത്തപ്പറ്റും. ശ്രീ മരുത്പുരാധീശ ഹേ ഗുരുവായൂരപ്പ അസ്മിൻ ഗർഗേ നിർഗതേ അഥ. ഇതെല്ലാം ചൊല്ലി നാമകരണം പണി இந்த കുഴന്തയോട് ജാതക ഫലമെല്ലാം പണി ഗർഗ മഹർഷി പോയിടുற. അതുക്കപ്പുറം നന്ദിത നന്ദാതി നന്ദ്യമാനഹാത്വം. ரொம்ப സന്തോഷமான, നന്ദിതന സന്തോഷமான, നന്ദാദി നന്ദഗോപർ മുതലാന എല്ലാവരും, നന്ദാദി നന്ദ്യമാനഹാത്വം ഭഗവാൻ അപ്പടി ഇത് പണ്ണവാര ரொம்ப കൊഞ്ചി ഭഗവാന് അപ്പടി കൃഷ്ണരെ ഭഗവാനാക്കുന്ന ചൊല്ലാക്കി ചൊല്ലാല്ലേ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് കിടക്കും. இந்த കുഴന്തയെ വെച്ചെന്ത് ചൊല്ലുന്നാൽ ആ ഭഗവാനോട് കരുണയിനാൽ ഇവാൾക്ക് അന്ത മാതിരിയെല്ലാം തോന്നരുത്. അപ്പടി സദാ ഭഗവാനുക്കുള്ള കരുണ മാത്രം തന്നെ ഇരിക്ക്. അപ്പടി കരുണയുള്ള ഹേ ഗുരുവായൂരപ്പ മദ്ഗതം നിർഗമയ, എന്നോട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥന പണിക്കറാർപ്പെട്ടത്. ഹരേ കൃഷ്ണ.